ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളങ്ങനെ ഗോവ വിടുകയാണ്. ഇവിടുന്ന് അങ്ങനെ ദൂദ്സാഗർ വാട്ടർഫാൾസ് കാണാൻ പോവാ. ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്ന് വന്നപ്പോ ഫ്ലോപ്പായ സംഭവമാണ്. നമ്മളതിൽ പോവാണ്. ദൂദ്സാഗറിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇനി ശരിക്കുള്ള വഴിയിലൂടെ ദൂദ്സാഗറിലോട്ട് പോയി ഞങ്ങളൊന്ന് എളുപ്പ വഴി കുടിച്ചു നോക്കിയതാണ്. ഇത് ഗോവയിലുള്ള ബ്രിഡ്ജാണ്. ഫേമസ് ആണ്. ഇത് ലൈറ്റ് ഒക്കെ പാഞ്ചലിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ബീച്ച് സൈഡിലോട്ട് കണക്ട് ചെയ്യുന്ന പാലാണ്. അപ്പൊ നമ്മളേതായാലേ പിന്നെ അതുപോലെ നമ്മൾക്ക് ഇവിടെ തോന്നിയ എന്താ വെച്ചാല് സിറ്റി അല്ലാത്ത ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു കേരളം പോലെ അല്ലേ വീടുകളെ. എക്സാക്ട്ലി കേരളം പോലെ തന്നെ അങ്ങനത്തെ പറയാം. അത് കമ്മ്യൂണിസ്റ്റ് പച്ചൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വേറെയും കണ്ടിട്ടില്ല. റോട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോ വീടാണെന്നുണ്ടെങ്കിലും അതുപോലെ പ്രകൃതിയാണെന്നുണ്ടെങ്കിലും ശരിക്ക് കേരളം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി മഴ നല്ലോണം കിട്ടണമെന്നാവാം അല്ലെ. റെയിൻഫോൾ കൂടുതലുള്ള സ്ഥലമാണ് കേരളം, ഗോവയ്ക്ക്. അതുകൊണ്ടായിരിക്കണം. നമുക്ക് ഇനി എവിടെയെങ്കിലും സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും നാട്ടിലെ വീട് എങ്ങനെയാണ് അതുപോലെ തന്നെ. നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരു പള്ളി തപ്പി നടക്കായിരുന്നു. അപ്പോ മാപ്പ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് വല്ലാത്തൊരു ഫീല് വരുന്നൊരു പള്ളി. ചെറിയ പള്ളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. റോഡ് മൊത്തം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പച്ച വീടൊക്കെ അതിനുള്ളിലൊക്കെ കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ട്. കണ്ട ഓടിട്ട വീടും അങ്ങനത്തെ നമ്മളെ നാട്ടിലുള്ള അങ്ങനത്തെ വീടിന്റെ ഇത് കണ്ടാ. ഞാൻ വീട്ടിലാർക്കും വീടെടുക്കണ അറിയുമാണെങ്കിൽ പൊക്കോ. സൈഡിലൊക്കെ വീട്, ചെറിയൊരു വീട്. അതാണ് നൈസാണ്, നൈസാ. അപ്പൊ നമുക്ക് എങ്ങനെ ദൂദ്സാഗറിലോട്ട് പോവാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ആ ഞാൻ ഇത് ട്രെയിനിൽ നിന്ന് കാണാണ്ടല്ലോ, അത് അടിപൊളിയാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മേ ബി ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് പോയൊക്കെ എങ്ങനെയാലും. അങ്ങനെ ഗോവയിന്നേ ദൂദ്സാഗർ പോയപ്പോഴാ ഒരു മലയാളി ഹോട്ടല് കണ്ടു. കൊടക്കാട്ടിലെ കടയല്ല കേട്ടോ, അതൊന്ന് കാണിച്ച്. ഗോവയിലുള്ള കടയാണ്. അവിടെ യാത്രക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഞങ്ങളും നിർത്തിയാണ്. മുരുകൻ ഹോട്ടൽ, ശ്രീ മുരുകൻ ഹോട്ടൽ. ആ ഹോട്ടലിൽ പോയപ്പോഴേ അത് ക്ലോസ് ആയിരുന്നു, കേരള ഹോട്ടൽ. അപ്പൊ നമ്മൾ വേറെ ആംബിയൻസും കാര്യം കിട്ടപ്പോഴേ ഇവിടെ കേറിയിട്ടുണ്ട്. ഇവിടെ നമ്മള് കിങ് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. കിങ് ഫിഷ്, പ്രോൺസ്, പ്രോൺ, പിന്നെ ഫിഷ് താലി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്, കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മൾ പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട. നമുക്ക് ഇനി ഒരു ബിരിയാണി കൂടി വരാനുണ്ട്. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. ഈ ഒരു പണി കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാല് രാവിലെ വന്ന് കയറണം. 4x4 വണ്ടി മാത്രമേ പോവുള്ളൂ അങ്ങോട്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെയായാലും കുറച്ചും കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ ടിക്കറ്റും കാരണം എന്തൊക്കെയുണ്ട് ഓൺലൈനിൽ എടുക്കാനൊക്കെ. എന്താ അവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നമുക്ക് ഇവിടുന്ന് കിട്ടിയാണ് 2 ആൾക്കാരെ. അവര് ഡൽഹിക്കാരെന്താണ്, അവര് ഗോവയിൽ നിന്ന് ബൈക്ക് റെന്റിന് എടുത്തിട്ട് വന്നാണ്. അവര് കുടുങ്ങിക്കണേ. ഹൈ ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടി ഇതാ വെള്ളത്തിലൂടെ വരുന്നുണ്ട്. നമ്മളെ വണ്ടി വന്നിട്ട് ഒരു ഓഫ് റോഡ് ഇതുവരെ ഓടിക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഓടിച്ചോളും. അങ്ങനത്തെ റോഡ് കൂടെ പോണ്. റോഡ് നല്ലതല്ല എന്നുണ്ടെങ്കിലേ വണ്ടിന്റെ സേഫ്റ്റി ആദ്യം നോക്കും, തിരിച്ചു പോരും. പിന്നെ നമ്മുടെ സേഫ്റ്റിയോ? നമ്മുടെ സേഫ്റ്റി അതിലേറെ മുഖ്യമല്ല. അതാണ് സേഫ്റ്റി മുഖ്യമില്ലേ. യെസ്. അപ്പൊ നമ്മളങ്ങനെ ചെറിയ ചെറിയ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രത്തോളം പോകാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ പോയി വരും. അല്ലാതെ ഇതിന് മോർണിംഗ് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് അവിടുന്ന് വേറെ വണ്ടി എടുത്തിട്ട് പോകണം. എല്ലാ വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതുവരെ വണ്ടി പോകും. അത്രേ ഉള്ളൂ. എന്നാളിപ്പോ നമ്മള് കാശ്മീർക്ക് അങ്ങനെയല്ലോ പറഞ്ഞ കേറൂല പറഞ്ഞു. നമ്മള് പോയോക്കട്ടെ എങ്ങനെയായാലും. എന്താ അവസ്ഥ എന്നിട്ടാ അങ്ങനെ പോകാൻ പറ്റില്ല ഗൈസ്, മൂഞ്ചി. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് വിടില്ല നമ്മളെ. ഇവിടെ ആദ്യം ബുക്ക് ചെയ്ത് ഫോറസ്റ്റ് ഏരിയ ആണ്. എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മളെ വണ്ടിയായിട്ട് പോകില്ല. വെൽക്കം ടു ദി നാച്ചുറൽ. ഇവിടുത്തെ 4x4 വണ്ടികളും കാര്യങ്ങളൊക്കെ വേണം. ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക്. അപ്പോ അതിന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിന്റെ അകത്തോട്ട് കയറി പോവാന്. ദൂദ്സാഗർ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, യൂട്യൂബിൽ കയറി കാണാം. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കണ്ടതാണ് സംഗതി. ഞങ്ങളുടെ ദൂദ്സാഗർ പാളി. അപ്പൊ എന്തായാലും കുറച്ച് വെള്ളം കിട്ടിയാൽ പോകും. ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം, കാരണം വണ്ടി വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. അങ്ങോട്ടും അതുപോലെ ഡണ്ടേലി ഒന്നും ഇനി നടക്കില്ല. നേരെ ബാംഗ്ലൂർ പിടിക്കന്നെ വേണ്ടി വരും.
പിന്നെ നമ്മൾ എങ്ങനെയായാലും ഡണ്ടേലി അതുപോലെ ദൂത്സാഗർ ഒരിക്കൽ വരും. സത്യം കാരണം ഏതായാലും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഗ്യാസ് മൂഞ്ചിയോണ്ട്. പിന്നെ എങ്ങനെയാലും നമ്മളെ ഡാണ്ടേലി ദൂത്സാഗർ നമ്മൾ വരില്ലേ 2 ദിവസത്തെ നമ്മൾ ബിസി ഷെഡ്യൂൾ ഒന്ന് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാലും വരും ഉറപ്പായിട്ടും. കാരണം എന്താ ഡാണ്ടേലി ഞാൻ പോയതാണ്. കാരണം അവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ റിസോർട്ട് പിന്നെ അതുപോലെ കുറെ ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട്. അപ്പോ നമ്മളെങ്ങനെയാലും ഒരു ദിവസം വരും. അതിനാ ചിലപ്പോ ബ്ലോഗിൽ കാണൂലെന്നേ ഉള്ളൂ. കാരണം ബ്ലോഗ് അപ്പൊ അതിനൊക്കെ നിന്നോയിട്ടുണ്ടാവും. യെസ്, നിങ്ങളെ ചെക്ക് പോസ്റ്റില് തടഞ്ഞിക്കാണ്. വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തു പോലീസ്. കാരണം ഇവിടുന്ന് ബോട്ടിൽ കൊറേ അങ്ങോട്ട് കിടക്കുന്നതാണ്. ഇവിടെ വില കുറവാണ് ഈ ബോട്ടിൽ. ഇവിടെ ഭയങ്കര വില കുറവാണ്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. അയാൾ എന്താ ചോദിച്ചത്? വല്ല ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപ വന്നിട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ അടിച്ചൂല. ഓദിച്ചു നോക്കി ഞങ്ങൾ എത്ര ഓദിച്ചിട്ടും കാര്യമില്ല, ഒന്നും വരാൻ പോണില്ല.